Hi, hello everyone. ഇന്ന് നമ്മൾ +2 അക്കൗണ്ടൻസിയിൽ ചാപ്റ്റർ ഫസ്റ്റ് ആയ അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. നാം ഇതിനു മുമ്പ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിനായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് പഠിച്ചു. എന്നാൽ ഒരു ബിസിനസ് വളരുന്നതിനായിട്ട് കൂടുതൽ ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. കൂടാതെ ബിസിനസ് നടത്താനും റിസ്ക് ഷെയർ ചെയ്യാനും കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം ആവശ്യമായിട്ട് വരും. അത്തരത്തിൽ പലരും ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ് രീതിയാണ് എന്ത് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. രണ്ട് അല്ലെങ്കിൽ അതിലധികം ആളുകൾ ചേർന്ന് ബിസിനസ് ആരംഭിക്കുകയും ലാഭനഷ്ടം പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു നിയമപരമായിട്ടുള്ള ഒരു ബിസിനസ് ബന്ധമാണ് എന്ത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പലപ്പോഴും പല വിഷയങ്ങളിലും വ്യക്തമായിട്ടുള്ള ഒരു എഗ്രിമെന്റ്, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാകണമെന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പല വിഷയങ്ങളെ ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റ് അവർ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 എന്താണോ പറയുന്നത് ആ നിയമമായിരിക്കും അതിന് ബാധകമായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന പാർട്ട്ണർഷിപ്പിലേക്ക് വളരാൻ ഉണ്ടായ ഒരു സാഹചര്യം. നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്താണെന്നുള്ളത് നോക്കിയായിരുന്നു അല്ലെ? എന്താണ് പാർട്ട്ണർഷിപ്പ്? രണ്ടോ അതിലധികമോ ആളുകൾ ഒരുമിച്ച് ബിസിനസ് ആരംഭിച്ച് ലാഭനഷ്ടം പങ്കിടുന്നുവെങ്കിൽ അവർ പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് എന്താണ് പറയാനായിട്ട് പറ്റും. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 പ്രകാരം പാർട്ട്ണർഷിപ്പിനെ എന്താ പറയുന്നത്? Partnership is the relationship between persons who have agreed to share the profit of a business carried on by all or any of them acting for all. അതാണ് പാർട്ട്ണർഷിപ്പിന്റെ ഡെഫിനേഷൻ ആ ഒരു ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പാർട്ട്ണർഷിപ്പിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം അവിടെ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടാവണം? മിനിമം 2 പാർട്ട്നേഴ്സ് എങ്കിലും ഉണ്ടാവണം. രണ്ടോ അതിലധികം പാർട്ട്നേഴ്സോ ആളുകൾ ചേർന്നാൽ മാത്രമേ നമുക്കൊരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. രണ്ട്, അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവണം. അവർ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അവരുടെ ലാഭനഷ്ടങ്ങൾ എങ്ങനെ പങ്കിട്ടെടുക്കാം, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, ആർക്കായിരിക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി, എല്ലാവരും ബിസിനസ്സിൽ ഏർപ്പെടുന്നുണ്ടോ, അതെ ഒരാളാണോ എല്ലാവർക്കും വേണ്ടിയിട്ട് ബിസിനസ്സിൽ ഏർപ്പെടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം വെച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? നമ്മൾ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. പുതുതായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റൂൾസ് എന്തൊക്കെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോവുകയാണ്, അതായത് ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ബാക്കിയുള്ള നടപടിക്രമങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്തിൽ പറയുന്നത്? പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ പറയുന്നത്. എഗ്രിമെന്റ് നമുക്ക് ഓറലും ആവാം റിട്ടണും ആവാം, വാക്കാൽ പറഞ്ഞതും ആവാം അല്ല കരാറ് എഴുതിയതും ആവാം. കൂടുതലും റിട്ടൺ എഗ്രിമെന്റ് ആയിരിക്കും നല്ലത്. ഭാവിയിൽ പല തർക്കങ്ങളും ഒഴിവാക്കാനായിട്ട് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് റിട്ടൺ ആയിരിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. പിന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത് ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം എന്ത് ചെയ്യുന്നുണ്ടാവുക, ഫോം ചെയ്യുന്നത്. ഇപ്പൊ 2 ആളുകൾ ചേർന്നിട്ട് ഒരു സ്ഥലം ലാൻഡ് വാങ്ങിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആ ലാൻഡിന്റെ കോ ഓണേഴ്സ് മാത്രമേ ആവുള്ളൂ, ഒരിക്കലും പാർട്ട്നേഴ്സ് ആവില്ല. എപ്പോഴാണ് അവർ പാർട്ട്നേഴ്സ് ആവുക? ആ സ്ഥലം വാങ്ങുകയും വിൽക്കുകയും ചെയ്യാന്നുള്ള ഒരു ബിസിനസ്സിൽ ഏർപ്പെടുകയാണെങ്കിൽ മാത്രമേ അവർ പാർട്ട്നേഴ്സ് ആവുള്ളൂ. അല്ലാതെ 2 പേർ ചേർന്ന് ഒരുമിച്ച് ഒരു സ്ഥലം വാങ്ങി അവർ കൈവശം വെക്കുകയാണ് ഫോർ ദ പേഴ്സണൽ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു പാർട്ട്ണർഷിപ്പ് ആവില്ല. അതേപോലെ മ്യൂച്വൽ ഏജൻസി, ഒരു പാർട്ട്നേഴ്സ് ചെയ്യുന്ന പ്രവൃത്തി മറ്റു പാർട്ട്നേഴ്സിനെയും അതേപോലെ ഫേമിനെയും ബാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ ആ പാർട്ട്നേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പാർട്ട്ണർഷിപ്പ് ഫേമിനെയും ബാധിക്കും. ഇപ്പൊ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ 3 or 4 ആൾക്കാരുണ്ടാവും, അതിൽ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താലും അത് ഫേമിനെയും ബാധിക്കും, അതേപോലെ മറ്റുള്ള പാർട്ട്നേഴ്സിനെയും ബാധിക്കും. അടുത്തത് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. നമ്മൾ പറഞ്ഞു ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നത് ഒരു ബിസിനസ് പർപ്പസിനായിരിക്കണം. നമ്മുടെ മോട്ടീവ് എന്തായിരിക്കണം? പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നതിന്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ മോട്ടീവ്. ചാരിറ്റിക്ക് വേണ്ടി തുടങ്ങുന്നത് ഒരിക്കലും എന്താവില്ല, പാർട്ട്ണർഷിപ്പ് ആവില്ല. പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ടാവണം. അപ്പൊ ആ പ്രോഫിറ്റ് ലാഭമാണെങ്കിലും നഷ്ടമാണെന്നുണ്ടെങ്കിലും ഈ പാർട്ട്നേഴ്സ് തമ്മിൽ പങ്കിട്ട് എടുക്കണം. ഇനി അടുത്തത് ലയബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ്. ലയബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ് പറയുന്നത് പാർട്ട്ണർഷിപ്പില്
പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ആ ഫേമില് എന്ത് നഷ്ടം, എത്ര നഷ്ടം ഉണ്ടായാലും ആ നഷ്ടം മുഴുവൻ ആര് ബിയർ ചെയ്യണം? പാർട്ട്നേഴ്സും ബിയർ ചെയ്യണം. ഈവൻ ദോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ നഷ്ടം അവർക്ക് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും ആ നഷ്ടം നികത്താനുള്ള ഉത്തരവാദിത്യം ഈ പാർട്ട്നേഴ്സിന്റെയാണ്. അതായത് അവരുടെ പ്രൈവറ്റ് അസറ്റ് വിറ്റിട്ടാണെന്നുണ്ടെങ്കിലും ആ ഫേമിന് ഉണ്ടാകുന്ന നഷ്ടം അവര് സെറ്റിൽ ചെയ്യണം. അതാണ് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് പറയുന്നത് എന്തൊക്കെയാണ്? അവിടെ 2 or more persons മിനിമം ഉണ്ടാവണം, അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവണം, ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ആയിരിക്കണം ആ പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ ലയബിലിറ്റീസ് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, മ്യൂച്വൽ ഏജൻസി ഉണ്ടാവും, അതേപോലെ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അവര് തമ്മിൽ ഷെയർ ചെയ്ത് എടുക്കണം. അപ്പൊ ഇതാണ് ബേസിക് എലമെന്റ്സ്, എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. അടുത്തത് പാർട്ട്ണർഷിപ്പ് ഡീഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നുള്ളത് അല്ലെ. പാർട്ട്ണർഷിപ്പ് എന്നത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് എന്തുണ്ടാവുന്നത്? പാർട്ട്ണർഷിപ്പ് ഉണ്ടാവുന്നത്. ഈ എഗ്രിമെന്റ് ഓറൽ, അതായത് വാക്കാലാവാം, അല്ലെങ്കിൽ റിട്ടൺ എഴുതിയതും ആകാം. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം റിട്ടൺ എഗ്രിമെന്റ് നിർബന്ധമല്ല. പക്ഷെ ഒരു എഗ്രിമെന്റ്, റിട്ടൺ എഗ്രിമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എഗ്രിമെന്റിനെ എന്താ പറയാ? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നത് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഉണ്ടാവുക? ഇത് ഒരു റിട്ടൺ എഗ്രിമെന്റ് ആണ്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിനെ എന്താ പറയുന്നത്? ലിഖിത രൂപത്തിലുള്ള ഒരു കരാർ, അതാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഒരു റിട്ടൺ എഗ്രിമെന്റ് ആണ് എന്ത്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പിന്റെ എല്ലാ പ്രധാന നിബന്ധനകളും വ്യവസ്ഥകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുക? അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ഉള്ളടക്കം എന്തൊക്കെയായിരിക്കും? ആ പാർട്ട്ണർഷിപ്പ് നമ്മൾ പറഞ്ഞു ഒരു ബിസിനസ് മോട്ടീവ് ആയിട്ടായിരിക്കണം എന്ത് തുടങ്ങുന്നുണ്ടാവുക? ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പം ഫസ്റ്റ് അതിൽ എന്തുണ്ടാവണം? ആ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്, ഉദ്ദേശം, എന്തിനാണ് ആ പാർട്ട്ണർഷിപ്പ് തുടങ്ങിയത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവണം. ഓരോ പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കണം എന്ന്. എല്ലാവരും വേണമെങ്കിൽ ഈക്വൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെന്റ് റേഷ്യോസിൽ വേണമെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതേപോലെ ആ പ്രോഫിറ്റ് ആൻഡ് ഷെയറിംഗ് റേഷ്യോ ഓരോ പാർട്ട്നേഴ്സിനും എത്രയായിരിക്കും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനിൽ ഇൻട്രസ്റ്റ് കൊടുക്കണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ. ഇനി പാർട്ട്നേഴ്സ് ആണെങ്കിലും ലോണ് പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അതിന് മേൽ എത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നിവയെ കുറിച്ചിട്ടുള്ള വ്യവസ്ഥകൾ. അതേപോലെ പാർട്ട്നേഴ്സിന്റെ സാലറി കൊടുക്കണോ, കമ്മീഷൻ കൊടുക്കണോ, കൊടുക്കണമെങ്കിൽ എത്ര കൊടുക്കണം, ഓരോ പാർട്ട്നേഴ്സിന്റെയും ഡ്യൂട്ടീസ് എന്താണ്, റൈറ്റ്സ് എന്താണ്, ഓരോ പാർട്ട്നേഴ്സും അഡ്മിഷൻ വരുമ്പോ, പുതുതായിട്ട് ഒരു പാർട്ട്ണർ വരുമ്പോ, അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് പോകുമ്പോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പാർട്ട്ണർ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചിട്ടുള്ള വ്യവസ്ഥകൾ. അതേപോലെ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ സോൾവ് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുക? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെടുത്തുക. വൺസ് ഈ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റും. പാർട്ട്ണർഷിപ്പ് ഡീഡ് നമുക്ക് എല്ലാ പാർട്ട്നേഴ്സിന്റെയും സമ്മതത്തോടു കൂടി പിന്നീട് വേണമെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വരുന്നത്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് എ റിട്ടൺ എഗ്രിമെന്റ് between the partners of a firm that outlines the rights, duties, and profit sharing ratios among them. It helps in avoiding disputes and ensuring smooth functioning of the business. Though registration is not mandatory, a written deed is highly recommended. പാർട്ട്ണർഷിപ്പ് ആക്ടിൽ റിട്ടൺ എഗ്രിമെന്റ് വേണം, പാർട്ട്ണർഷിപ്പ് ഡീഡ് വേണമെന്ന് നിർബന്ധം പറയുന്നില്ല. പക്ഷെ ഭാവിയിൽ ഡിസ്പ്യൂട്ട്സ് ഒന്നും, കലഹങ്ങളൊന്നും, പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ഒരു റിട്ടൺ എഗ്രിമെന്റ്, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് പാർട്ട്ണർഷിപ്പ് തുടങ്ങുമ്പോൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് എന്തായിരിക്കും? നല്ലതായിരിക്കും. ഇനി അടുത്തത് കീ പ്രൊവിഷൻസ് ഇൻ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓരോ പാർട്ട്നേഴ്സും വന്നിട്ട് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെന്റ് അമൗണ്ട്സ് ആയിരിക്കും എന്ത് ചെയ്യുക? കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ
പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തതിനനുസരിച്ചിട്ടായിരിക്കണം പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടതെന്നോ അങ്ങനെ എന്തെങ്കിലും വ്യവസ്ഥ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിക്കായിരിക്കണം പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടി വരിക. ബട്ട് പ്രോഫിറ്റ് ഷെയറിങ്ങിനെ കുറിച്ച് ഒന്നും തന്നെ നമ്മുടെ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്ര തന്നെ ആയാലും ഓരോ പാർട്ട്നേഴ്സിനും ഈക്വൽ ആയിട്ട് വേണം പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ ബിസിനസിന് വേണ്ടിയിട്ട്. അപ്പൊ ആ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലിന്റെ പുറത്ത് ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കാന്നോ മറ്റും പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞിട്ട് പാർട്ട്നേഴ്സിന് അമൗണ്ട് കിട്ടുകയുള്ളൂ. ഇൻ കേസ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സിന് ക്യാപിറ്റലിന്റെ പുറത്ത് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെയാണ് എന്ത് പറയുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. അതായത് പാർട്ട്നേഴ്സ് വന്നിട്ട് അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലിന് സംടൈംസ് ഇടയ്ക്ക് ആ അമൗണ്ട്സ് വിഡ്രോ ചെയ്തു എന്ന് വരും അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ പറയണം, ഇൻ കേസ് ഡ്രോയിങ്സ് ആയിട്ട് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിന്റെ പുറത്ത് ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഡ്രോയിങ്സ് ആയി എടുക്കുന്ന ആ എമൗണ്ടിന്റെ പുറത്ത് എത്രയാണോ പെർസെൻറ്റേജ് ഓഫ് റേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അത്രയും എമൗണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് ഫേമിന് കൊടുക്കേണ്ടതായിട്ട് വരും. ഇൻ കേസ് എഗ്രിമെന്റിൽ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇനി അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്താണ് പറയുന്നത്, പാർട്ട്നേഴ്സ് വന്നിട്ട് ബിസിനസ് ആവശ്യത്തിനായിട്ട് പാർട്ട്ണർഷിപ്പ് ഫേമിന് ലോൺ കൊടുക്കുകയാണ്. ഓക്കെ, പാർട്ട്നേഴ്സ് ബിസിനസ് ആവശ്യത്തിനായിട്ട് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ബിസിനസ് ആവശ്യത്തിനായിട്ട് ഫേമിലോട്ട് ലോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന് 6% ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് അതിൽ പറയുന്നുണ്ട്. അടുത്തത് എന്താണ്, റെമ്യൂണറേഷൻ ഫോർ വർക്ക്. അതായത് പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കുക, കമ്മീഷൻ കൊടുക്കുക, ഇതൊക്കെ പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, പാർട്ട്നേഴ്സിന് കൊടുത്താൽ മതി. ഇൻ കേസ് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റിൽ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടതായിട്ട് ആവശ്യം ഇല്ല. ഇനി അടുത്ത 2 മെയിൻ പോയിന്റ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്, പാർട്ട്നേഴ്സ് പേഴ്സണൽ പ്രോഫിറ്റ്. എന്താണ് പാർട്ട്നേഴ്സ് പേഴ്സണൽ പ്രോഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻ കേസ് ഒരു പാർട്ട്ണർ ഫേമിന്റെ റിസോഴ്സ് അല്ലെങ്കിൽ ഫേമിന്റെ ഗുഡ്വിൽ അല്ലെങ്കിൽ ഫേമിന്റെ നെയിം അല്ലെങ്കിൽ ഫേമിന്റെ ബിസിനസ് കണക്ഷൻ ഇതൊക്കെ ഉപയോഗിച്ച് തനിക്കായിട്ട് വല്ല ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് പാർട്ട്ണർഷിപ്പ് ഫേമിലോട്ട് തിരിച്ചു നൽകണം. ഓക്കെ, അതാണ് പാർട്ട്നേഴ്സ് പേഴ്സണൽ പ്രോഫിറ്റ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് കോമ്പറ്റിംഗ് ബിസിനസ് പ്രോഫിറ്റ്. എന്താണ് കോമ്പറ്റിംഗ് ബിസിനസ് പ്രോഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പാർട്ട്ണർ ഫേമിന്റെ പോലുള്ള മറ്റൊരു ബിസിനസ് തുടങ്ങിയാൽ അതിൽ നിന്നുള്ള മുഴുവൻ പ്രോഫിറ്റും ഫേമിന്, ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന് തന്നെ നൽകണം. അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ കീ പ്രൊവിഷൻസ് ഇൻ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് പറയുന്നത് പ്രോഫിറ്റ് ഷെയറിംഗിന്റെ റേഷ്യോനെ കുറിച്ച് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ട് വേണം പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ കുറിച്ച് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പാർട്ട്ണർ ഫേമിലേക്ക് ലോൺ നൽകുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർക്ക് 6% വരെ ഇൻട്രസ്റ്റ് കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട്. പിന്നെ പാർട്ട്നേഴ്സിന് സാലറിയോ കമ്മീഷനോ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. വൺസ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ട് ഇത്ര സാലറി കൊടുക്കാം ഇത്ര കമ്മീഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫേമിന് കൊടുക്കാം. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ദേ ആർ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ദോസ് റെമ്യൂണറേഷൻ ഫോർ ദെയർ വർക്ക്. പിന്നെ പാർട്ട്നേഴ്സ് പേഴ്സണൽ പ്രോഫിറ്റ്, ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ബിസിനസ് കണക്ഷൻ, ഗുഡ്വിൽ, നെയിം അതൊക്കെ വെച്ചിട്ട് അവർ വല്ല പ്രോഫിറ്റോ മറ്റോ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. ഓക്കെ, പിന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്ണറായിരിക്കുമ്പോൾ അതേ സിമിലർ ബിസിനസ്സിൽ നിന്നും ഒരു പാർട്ട്നേഴ്സ് പുറമേ നിന്ന് എന്താ പറയാ പ്രോഫിറ്റ് അല്ലെങ്കിൽ പണം സമ്പാദിക്കുകയാണെങ്കിൽ ആ പൈസ അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് എവിടേക്ക് കൊടുക്കണം? പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് കൊടുക്കണം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, പ്രോഫിറ്റ്, സാലറി, കമ്മീഷൻ തുടങ്ങിയ
പാർട്ട്നേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. രണ്ട് തരത്തില് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും പിന്നൊന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിന്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് നോക്കാം. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾവേസ് റിമെയിൻസ് ഫിക്സഡ്. അപ്പോൾ പ്രോഫിറ്റ്, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, കമ്മീഷൻ എക്സെട്ര ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് വേറൊരു അക്കൗണ്ടിലായിരിക്കും. എന്തായിരിക്കും? പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പറഞ്ഞിട്ട് അവിടെ രണ്ടെണ്ണം ഉണ്ടാവും. ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പിന്നെ ഒന്ന് പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടും പറഞ്ഞിട്ട്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എന്തൊക്കെ റെക്കോർഡ് ചെയ്യും? ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇനീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അഡീഷണലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ക്യാപിറ്റലിന് എന്തെങ്കിലും വിഡ്രോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ടാവുക. കറണ്ട് അക്കൗണ്ടിൽ, പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിൽ നമ്മൾ എന്തൊക്കെ കാണിക്കും? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, കമ്മീഷൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓരോ പാർട്ട്നേഴ്സിനും രണ്ട് അക്കൗണ്ട്സ് ഉണ്ടാവും. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും പിന്നെ ഒന്ന് കറണ്ട് അക്കൗണ്ടും. ക്യാപിറ്റൽ അക്കൗണ്ട് ഓൺലി ഫോർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് വിഡ്രോൺ. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അത് വിഡ്രോ ചെയ്തതും കാണിക്കാൻ മാത്രമായിട്ടാണ് എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ബാക്കി പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും അല്ലെങ്കിൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും എവിടെയാണ് ചെയ്യുന്നുണ്ടാവുക? പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പൊ എപ്പോഴും ഏത് സൈഡ് ആയിരിക്കും ഉണ്ടാവുക? ലയബിലിറ്റി സൈഡ് ആയിരിക്കും ഉണ്ടാവുക. ഇനി പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടോ ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ലയബിലിറ്റി സൈഡും, ഇൻ കേസ് അത് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് അസറ്റ് സൈഡും കാണിക്കും. ഇൻ കേസ് പാർട്ട്നേഴ്സിന് ഇപ്പോ ലോസ് വരിക, അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് മറ്റുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്ത് കാണിക്കും? ഡെബിറ്റ് സൈഡ് കാണിക്കും. ഇനി അടുത്തത് എന്താണ്? ഇനി ഒരു മെത്തേഡ് കൂടി ഉണ്ട് പറഞ്ഞു അല്ലെ, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്സിന്റെ പ്രത്യേകതകൾ? ഓരോ പാർട്ട്നേഴ്സിനും ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫിക്സഡിൽ നമ്മൾ എത്രണ്ണം പഠിച്ചു? രണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവും പറഞ്ഞു. ഓരോ പാർട്ട്നേഴ്സിനും രണ്ട് അക്കൗണ്ട് ഉണ്ടാവും. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും ഒന്ന് കറണ്ട് അക്കൗണ്ടും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിന് ഓരോ പാർട്ട്നേഴ്സിനും ഓൺലി വൺ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും, പ്രോഫിറ്റ്, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ്, സാലറി, കമ്മീഷൻ തുടങ്ങിയ എല്ലാ ട്രാൻസാക്ഷൻസും ഡയറക്ട്ലി നമ്മൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രമായിരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ഈ ബാലൻസ്, അക്കൗണ്ട് ബാലൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നില്ലെങ്കിൽ കൂടാം അല്ലെങ്കിൽ കുറയാം. അപ്പൊ അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ബാലൻസ് ഷീറ്റിൽ നമ്മൾ എപ്പോഴും ഈ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ലയബിലിറ്റി സൈഡാണ് കാണിക്കുക. പക്ഷെ എമൗണ്ട് ഇയർ ആഫ്റ്റർ ഇയർ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അതാണ് അപ്പൊ മെയിൻ ആയിട്ട് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും പറയുന്നത്. നമുക്ക് ഇന്നിപ്പോ അതിനെ കുറിച്ചൊരു ബ്രീഫായിട്ട് അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ആദ്യത്തേത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, രണ്ടാമത്തത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ട് നമുക്ക് രണ്ട് തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് അക്കൗണ്ട്സ് ഉണ്ടാവും. ഏതൊക്കെയായിരിക്കും? ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും പിന്നെ ഒന്ന് കറണ്ട് അക്കൗണ്ടും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണെന്നുണ്ടെങ്കിലോ ഒരു അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്യാപിറ്റൽ അക്കൗണ്ട് പറഞ്ഞിട്ട് ഒറ്റ അക്കൗണ്ട് മാത്രമേ ഓരോ പാർട്ട്നേഴ്സിനും ഉണ്ടാവുള്ളൂ. അതേപോലെ ക്യാപിറ്റൽ അഡീഷനും ക്യാപിറ്റൽ വിഡ്രോവലും അല്ലാത്ത ഉള്ള ബാക്കി പാർട്ട്നേഴ്സുമായി നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് അക്കൗണ്ടിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏതൊക്കെ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ? ക്യാപിറ്റൽ അഡീഷനോ ക്യാപിറ്റൽ വിഡ്രോവലോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുള്ളൂ. ഏത് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ? ഫിക്സഡ് ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ. ബാക്കിയെല്ലാം കറണ്ട് അക്കൗണ്ടിലായിരിക്കും, പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് നമ്മൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ
എല്ലാ പാർട്ട്നേഴ്സുമാരുടെ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇനി അടുത്തത് ഈ അക്കൗണ്ടിന്റെ ബാലൻസ് എങ്ങനെയായിരിക്കും എന്നാ പറഞ്ഞത്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ക്യാപിറ്റലോ അല്ലെങ്കിൽ വിഡ്രോവലോ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാപിറ്റലിന്റെ ബാലൻസ് എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും അല്ലെ? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ. ഇനി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ഈ ഒറ്റ അക്കൗണ്ടിലാണ് എൻട്രി ചെയ്യുന്നത്. അപ്പൊ അതെന്ത് ചെയ്യും? അത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ ട്രാൻസാക്ഷനിലും മാറിക്കൊണ്ടിരിക്കും. ഇനി അടുത്തത് ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ കേസ്. ഇനി അടുത്തത് കറണ്ട് അക്കൗണ്ടിന്റെ ആണെന്നുണ്ടെങ്കിലോ ക്യാപിറ്റൽ വിഡ്രോവൽ അഡീഷൻ അല്ലാത്ത ബാക്കി എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ഈ കറണ്ട് അക്കൗണ്ടിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഏത് മെത്തേഡിൽ? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ. അപ്പോൾ ഷോസ് ദ ട്രാൻസാക്ഷൻ ലൈക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്, സാലറി, കമ്മീഷൻ എക്സെട്ര ഇതെല്ലാം നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ കാണിക്കും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ അങ്ങനെ ഒരു കറണ്ട് അക്കൗണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എല്ലാം കൂടി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ചെയ്യുന്നത്. ഇനി ബാലൻസ് ഷീറ്റിൽ ഇതിൽ എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ലയബിലിറ്റി സൈഡ് ആയിരിക്കും കാണിക്കുക. ഓൾവേസ് അത് എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. കറണ്ട് അക്കൗണ്ടിന് ലയബിലിറ്റി സൈഡ് കാണിക്കും എപ്പോ? അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ. അല്ല ഡെബിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അസറ്റ് സൈഡ് കാണിക്കും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും നമ്മൾ ഏത് ഭാഗത്താണ് കാണിക്കുക? ലയബിലിറ്റി സൈഡ് തന്നെയാണ് കാണിക്കുക. പക്ഷെ ബാലൻസ് വേരി ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്തത് ബാലൻസ് ടൈപ്പ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസും കാണിക്കാം, ക്രെഡിറ്റ് ബാലൻസും കാണിക്കാം. ഓക്കെ. അതേപോലെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസും കാണിക്കാം, ക്രെഡിറ്റ് ബാലൻസും കാണിക്കാം. ഇനി ഡീഫാൾട്ട് ആയിട്ട് ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണോ യൂസ് ചെയ്യുക? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണോ യൂസ് ചെയ്യുക? ഡീഫാൾട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. എഗ്രിമെന്റിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് യൂസ് ചെയ്യാറുള്ളൂ. എഗ്രിമെന്റിൽ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് നമ്മൾ രണ്ട് വിധത്തിൽ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു അല്ലെ? ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും പറഞ്ഞിട്ട് പറഞ്ഞു. ഇനി അത് കാണാനായിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു ലെഡ്ജേഴ്സ് ഒക്കെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് പഠിച്ചാണ് അല്ലെ? അതിന് രണ്ട് സൈഡ് ഉണ്ടാവും. ഒരു ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. അതേപോലെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എന്തൊക്കെ ഉണ്ടാവും? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. അതേപോലെ ക്രെഡിറ്റ് സൈഡും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, അമൗണ്ട് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? ക്യാപിറ്റൽ അക്കൗണ്ടിൽ എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും എന്നാ പറഞ്ഞത്? ക്രെഡിറ്റ് ബാലൻസ് ആണെന്നാ പറഞ്ഞത്. അപ്പൊ പ്രീവിയസ് ഇയർ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രോഡ് ഫോർവേഡ് ചെയ്യണം അല്ലെ? ക്രെഡിറ്റ് സൈഡ് ബ്രോഡ് ഫോർവേഡ് ചെയ്തു, അമൗണ്ട് കൊണ്ടുവന്നു. ഇൻ കേസ് ഫ്രഷ് ആയിട്ട് തുടങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിഗർ ഉണ്ടാവില്ല. പ്രീവിയസ് ഇയർ ഇതേപോലെ അക്കൗണ്ട്സ് പ്രീവിയസ് ഇയർ തൊട്ടിട്ടേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വർഷം നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ വർഷത്തെ ക്യാപിറ്റൽ ക്യാരി ബ്രോഡ് ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരണം. ആ എമൗണ്ട് നമ്മൾ ആദ്യം ഇവിടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ വർഷം ഏതെങ്കിലും എമൗണ്ട് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ എവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡ് കാണിക്കണം. എന്തായിരിക്കും? ബാങ്ക് ആയിട്ടായിരിക്കും മോസ്റ്റ്ലി ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അല്ല ക്യാഷ് ആയിട്ടാണ്, ചെറിയ എമൗണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് ആയിരിക്കും. അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി എന്തായിരിക്കും? ബാങ്കിലൂടെ ആയിരിക്കും ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതും നമ്മൾ ക്രെഡിറ്റ് സൈഡ് എൻട്രി ചെയ്തു. ഇനി പിന്നെ ക്യാപിറ്റൽ എന്തെങ്കിലും വിഡ്രോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഏത് സൈഡാണ് കാണിക്കുക? ഡെബിറ്റ് സൈഡാണ് കാണിക്കുക അല്ലെ? പെർമനന്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ സ്ഥിരമായിട്ട് പെർമനന്റ് ആയിട്ട് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് പെർമനന്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ പറഞ്ഞിട്ട്, ബാങ്ക് ആണെങ്കിൽ ബാങ്ക് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡ് എൻട്രി ചെയ്യും. എന്നിട്ട് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. എപ്പോഴും ക്യാപിറ്റൽ അക്കൗണ്ടിന് എന്ത് ബാലൻസ് ആയിരിക്കും?
ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരു അക്കൗണ്ട് കൂടി പ്രിപ്പയർ ചെയ്യണം അല്ലെ. ഏതാണത്? പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട്. പാർട്ട്നേഴ്സ് കറന്റ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നെക്സ്റ്റ് നോക്കാം. ഇപ്പൊ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ കാണിക്കുന്നത്. കറന്റ് അക്കൗണ്ടിന് പ്രീവിയസ് ഇയർ ക്രെഡിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ട് കൊണ്ടുവരണം അല്ലെ. അപ്പൊ ക്രെഡിറ്റ് സൈഡ് കാണിച്ചു, പ്രീവിയസ് ഇയർ എത്ര ബാലൻസ് വെച്ച് അത് കാണിച്ചു. അതേപോലെ പാർട്ട്നേഴ്സിന് സാലറി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കാണിക്കണം. പാർട്ട്നേഴ്സിന് കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വല്ലതും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ വർഷം പ്രോഫിറ്റ് ആണ് ഉണ്ടായെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഏത് സൈഡ് കാണിക്കണം? ക്രെഡിറ്റ് സൈഡ് കാണിക്കണം. അതിനുശേഷം ഡെബിറ്റ് സൈഡ് നമ്മൾ എന്തൊക്കെ കാണിക്കണം? പ്രീവിയസ് ഇയർ ഇൻ കേസ് ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിലോ, ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്തു. ഇൻ കേസ് ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു പ്രീവിയസ് ഇയർ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബ്രോഡ് ഫോർവേഡ് ചെയ്യണം അല്ലെ. അപ്പോൾ ആ ഫിഗർ ഇവിടെ ബ്രോഡ് ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്നു. അതേപോലെ പാർട്ട്നേഴ്സ് എന്തെങ്കിലും ഡ്രോയിങ്സ് ആയിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്തെങ്കിലും ചാർജ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട്, ലോസ് ആണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട്, ഈ പറഞ്ഞ എമൗണ്ട്സ് എല്ലാം നമ്മൾ ഏത് സൈഡ് കാണിക്കണം? ഡെബിറ്റ് സൈഡ് കാണിക്കണം. എന്നിട്ട് അക്കൗണ്ട്സ് ബാലൻസ് ചെയ്ത് നോക്കണം. ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്നുള്ളത് ബാലൻസ് ചെയ്തിട്ട് നോക്കണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതാണ് രണ്ട് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പാർട്ട്നേഴ്സിന് രണ്ട് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും, ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും, രണ്ട് പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടും. ഇനി നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ചെക്ക് ചെയ്യാം അല്ലെ. നമ്മൾ പഠിച്ചു ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ഒറ്റ അക്കൗണ്ടിലായിരിക്കും റെക്കോർഡ് ചെയ്യുക. അത് ഏത് അക്കൗണ്ടിലാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലായിരിക്കും റെക്കോർഡ് ചെയ്യുക. ഡീഡിൽ അൺലെസ് ആൻഡ് അൺടിൽ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ട് ഏത് മെത്തേഡ് പ്രകാരമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ക്രെഡിറ്റ് സൈഡ് കഴിഞ്ഞ പ്രാവശ്യം ക്രെഡിറ്റ് ബാലൻസ് ആയിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരണം. ഫ്രഷ് ക്യാപിറ്റൽ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതേപോലെ ആ വർഷം പ്രോഫിറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട്സ് എല്ലാം ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് വേണം നമ്മൾ എൻട്രി ചെയ്യാനായിട്ട്. ഇനി ഡെബിറ്റ് സൈഡ് നമ്മൾ എന്തൊക്കെയാണ് എൻട്രി ചെയ്യുക? ഡെബിറ്റ് സൈഡ് എന്താണ്? ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതേപോലെ ആ വർഷം ലോസ് ആണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ആയിരിക്കും എൻട്രി ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എൻട്രി ചെയ്യും. ഓക്കെ, ഇത് പാർട്ട്നേഴ്സിന്റെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് കുറച്ചും കൂടി ഈസിയാണ്. കാരണം പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും നമുക്ക് ഒറ്റ അക്കൗണ്ടിൽ എൻട്രി ചെയ്താൽ മതി. മറ്റേതാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം, കറന്റ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. ഇതാണെന്നുണ്ടെങ്കിൽ ഒറ്റ അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്താൽ മതി.